ശക്തമായ മഴയെ തുടർന്ന് നെന്മാറയിൽ വീട് വെള്ളത്തിലായി. പെഴുമ്പാറ സ്വദേശിയായ ഫുട്ബോൾ പരിശീലകൻ ഷൈജുവിന്റെ വീട്ടിലാണ് മഴവെള്ളം കയറി താമസം ദുസ്സഹമായത്. സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് മണ്ണിട്ട് ഭൂമി ഉയർത്തിയതാണ് വെള്ളത്തിന്റെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടാനും വെള്ളം നേരിട്ട് വീട്ടിലേക്ക് ഒഴുകിയെത്താനും കാരണമായതെന്ന് വീട്ടുടമ ആരോപിക്കുന്നു. മഴ ശക്തമായതോടെയാണ് പ്രശ്നം രൂക്ഷമായത്. അപ്പുറത്തുള്ള സ്ഥലക്കാര് നാസർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിൻ്റെ സ്വകാര്യ സ്ഥലമാണ്. അതിൽ മൊത്തം മണ്ണ് ഒരു 10-200 ലോഡ് മണ്ണ് ഇട്ട് നികത്തിയത് കൊണ്ട് ആ വെള്ളം സ്വാഭാവികമായിട്ടുള്ള നീരൊഴുക്ക് മുഴുവൻ നിന്നു. അതിനുശേഷം വീണ്ടും ഈ റോഡ് ഇപ്പോൾ നോക്കൂ, ആ റോഡ് കണ്ടില്ലേ, ആ റോഡ് മുഴുവൻ ബ്ലോക്കാക്കി. അവർ യാതൊരു പെർമിഷനും ഇല്ലാണ്ടാണ് ഇതൊക്കെ ചെയ്തത്. അനധികൃതമായിട്ട് ചെയ്തതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഈ അവസ്ഥ വന്നത്. അതിന് അധികാരികൾ വേണ്ടപ്പെട്ട നടപടികൾ ഞങ്ങൾക്ക് എടുത്ത് സ്വീകരിച്ചു തരണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. വീട് വെള്ളത്തിലായതോടെ കുടുംബത്തിന്റെ ദൈനംദിന ജീവിതം താറുമാറായി. പ്രശ്നം ചൂണ്ടിക്കാട്ടി ഷൈജു നെന്മാറ പഞ്ചായത്തിൽ പരാതി നൽകിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും കോറി മാലിന്യമിട്ട് വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ആ നടപടി ഫലപ്രദമായില്ലെന്നാണ് കുടുംബം പറയുന്നത്. മഴ തുടർന്നതോടെ വീണ്ടും വെള്ളം വീട്ടിലേക്ക് കയറുകയും ദുരിതം കൂടുതൽ രൂക്ഷമാവുകയും ചെയ്തു. പ്രളയകാലത്ത് പോലും ഇത്രയും വലിയ ദുരിതം നേരിടേണ്ടി വന്നിട്ടില്ലെന്ന് വീട്ടുകാർ പറയുന്നു. വർഷങ്ങളായി ഇവിടെ താമസിക്കുന്ന കുടുംബത്തിന് ആദ്യമായാണ് ഇത്തരമൊരു അവസ്ഥയുണ്ടാകുന്നതെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. 2018 പ്രളയം വന്നിട്ട് പോലും ഒരു തുള്ളി വെള്ളം ഇവിടെ കയറിയിട്ടില്ല. ഇപ്പോഴാണ് ഇത്രയും ബുദ്ധിമുട്ടായിരിക്കുന്നത്. എന്തെങ്കിലും ഒരു വഴി ഇല്ലാന്നുണ്ടെങ്കിൽ ആ സൈഡിൽ കൂടി ഈ പോകുന്ന വെള്ളം കംപ്ലീറ്റ് കയറുന്നത് ആ തൊടിൻ്റെ ഉള്ളിലേക്കാണ്. ഇപ്പോൾ തൊടിയും പകുതി വരെ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുക്കളയിൽ കൂടിയും വെള്ളം കയറും, ഫ്രണ്ടിൽ കൂടിയും വെള്ളം കയറും. 2 വഴി കൂടിയും വെള്ളം കയറി കഴിഞ്ഞാൽ ഒരു 2 മഴ അടുപ്പിച്ച് പെയ്താൽ വീട് മൊത്തം വെള്ളത്തിൻ്റെ ഉള്ളിലാവും. മഴ ശക്തമാകുന്ന ഓരോ ദിവസവും ആശങ്കയോടെയാണ് കഴിയുന്നതെന്നും സ്ഥിരമായ പരിഹാരം അധികൃതർ എത്രയും വേഗം ഉറപ്പാക്കണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം. കൊതുകും കാര്യങ്ങളും കെട്ടിനിന്ന് മാലിന്യജലങ്ങളും ആയതുകൊണ്ട് ഇപ്പോൾ അസുഖങ്ങളും രോഗങ്ങളും വരാനുള്ള സാധ്യത വളരെയേറെയാണ്. അതുകൊണ്ട് ഏറ്റവും അടിയന്തരമായിട്ട് നമുക്കിത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ റോഡ് പൊളിച്ചു മാറ്റി സ്വാഭാവിക നീരൊഴുക്ക് എങ്ങനെയാണോ ആദ്യം പോയത് അതുപോലെ തന്നെ നീരൊഴുക്ക് നടത്തി തരണമെന്നാണ് പഞ്ചായത്തിൻ്റെതും വില്ലേജിൻ്റെതും ബാക്കി അധികാരികളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. UTV ന്യൂസ്, പാലക്കാട്.